നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഉഷ സ്കൂളിനെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് PT ഉഷ. പാഠപുസ്തകത്തിൽ ഒതുങ്ങുന്നതിനപ്പുറം വിദ്യാഭ്യാസം സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതാവണമെന്ന് മേയർ പ്രൊഫസർ A.K. പ്രേമചന്ദ്രൻ. കോഴിക്കോട് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവും അത്ലറ്റിക് താരവുമായ ടിൻഡു ലുക്കയ്ക്ക് സ്വീകരണം നൽകി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഉഷ സ്കൂളിനെ സർക്കാർ അവഗണിക്കുകയാണെന്ന് PT ഉഷ. പ്രസ് ക്ലബിൽ ടിൻഡു ലുക്കയുമായി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. സാമ്പത്തിക ബാധ്യതയുടെ നടുവിലാണ് ഉഷ സ്കൂൾ. കൂട്ടായ്മയും മനസാന്നിധ്യവും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഉഷ സ്കൂൾ മുന്നോട്ടു പോകുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക സഹായവും ലഭിക്കുന്നില്ലെന്ന് PT ഉഷ. കോഴിക്കോട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവായ ടിൻഡുവിനും കോച്ച് PT ഉഷയ്ക്കും സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇത് കുറെ കുട്ടികൾ 10-17 പിള്ളേരോട് പഠിക്കുന്നുണ്ട്. അവരെ ഡേ ടു ഡേ എക്സ്പെൻസ് ഉണ്ട്. പിന്നെ എന്താ പറയാ, അവിടെ ഇതിന് ഓരോ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കണം. അത് നമ്മളിതിങ്ങനെ റിസൾട്ട് ആയി വരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് കണ്ടെത്തി ചെറുതായിട്ട് ഇങ്ങനെ കയറി വരിക. ആദ്യം ഞങ്ങൾ റെന്റഡ് ബിൽഡിംഗ് തുടങ്ങി 5,000 rupees ആയിട്ട് റെന്റ് കൊടുത്തിട്ട്, പിന്നെ 200 മീറ്ററിന്റെ ഗ്രൗണ്ടിൽ തുടങ്ങി, പിന്നെ കടപ്പുറത്ത് പോയി പ്രാക്ടീസ് ചെയ്ത് പെർഫോമൻസ് ലെവൽ വന്നപ്പോൾ ഗവൺമെന്റ് ഒരു ലാൻഡ് തന്നോണ്ട് ശരിക്കും രക്ഷപ്പെട്ട് അന്നാണ് കുറച്ച് ശോഭ ഡെവലപ്പേഴ്സ് ഒക്കെ ഹോസ്റ്റൽ എടുത്ത് തന്ന് 1,75,00,000 ഉറുപ്പിക വന്നിട്ട് നല്ലൊരു അക്കോമഡേഷൻ അവർ നിൽക്കുന്നത്, നല്ലൊരു പീസ്ഫുൾ. അവിടെ അങ്ങനെയൊക്കെ വേണം അപ്പൻസിന്. അപ്പൊ പക്ഷെ അത് ഇപ്പൊ 5-6 കൊല്ലമായിട്ട് പെയിന്റ് അടിക്കാൻ പൈസ ഇല്ലായിട്ടാണ്. അപ്പൊ ഞാൻ അതൊന്ന് റീമോഡൽ ചെയ്യണ്ടേ, ശരിക്കൊരു വൃത്തിയിൽ സൂക്ഷിക്കണ്ടേ. എന്നാലും ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ക്ലീൻ ആയിട്ട് നമ്മൾ നിർത്താറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് പിന്നെ 2-3 വർഷം ഞങ്ങൾക്ക് ഗവൺമെന്റ് 15 ലക്ഷം രൂപ വെച്ച് തന്ന പ്രകാരമാണ് മഡ് ട്രാക്ക് ഉണ്ടാക്കി വെച്ചത്. ട്രാക്ക് ഉണ്ട്. പിന്നെ OGQക്കാർ വന്നപ്പോ ഞങ്ങൾക്ക് മൾട്ടി ജിമ്മായി. ഇഞ്ചോണിൽ വിദേശ കോച്ചുകൾ ഉണ്ടായിട്ടല്ല സ്വർണം നേടാൻ സാധിച്ചത്. നാടൻ കോച്ചുകൾ തന്നെയാണ് സ്വർണത്തിന് പിന്നിലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തത്. സ്വർണ്ണ മെഡൽ പ്രതീക്ഷിച്ചിരുന്നതായും ടിൻഡുവും പ്രതികരിച്ചു. കാരണം ശരിക്കും ഇഷ്ടപ്പെട്ട നമ്പറാണ് 7. അപ്പൊ ഞാൻ കിട്ടിയ റൂമിൽ 2005 നമ്പർ 7 വരുന്നു. അപ്പൊ വിഷയത്തിൽ അത് പേടിക്കണ്ട, നീ തന്നെ നേടുന്നുണ്ട്, എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കുട്ടികൾ വരണം, എന്നാൽ മാത്രമേ ഉണ്ടാവും. കാരണം നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും. കാരണം കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിന്റെ ഗോൾഡ് മെഡലിസ്റ്റ് ഉണ്ട്, കഴിഞ്ഞ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ ഗോൾഡ് മെഡലിസ്റ്റ് ഉണ്ട്. അപ്പം ഈ വിധത്തിലൂടെ മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ എന്തായാലും അത് പോയിപ്പോ. പക്ഷെ ശരിക്കും ബുദ്ധി പ്രയോഗിച്ചോളണം, വെറുതെ കൊളാക്കരുത്. അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാഠഭാഗങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതിലപ്പുറം വിദ്യാഭ്യാസം സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതാവണമെന്ന് മേയർ പ്രൊഫസർ A.K. പ്രേമചന്ദ്രൻ. കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള പ്രവൃത്തി പരിചയ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ. കോഴിക്കോട് കോർപ്പറേഷൻ 2014-15 വർഷത്തെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് പ്രൈമറി വിദ്യാർത്ഥികൾക്ക് പ്രവൃത്തി പരിചയ പരിശീലന പരിപാടി ഒരുക്കിയത്. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുകയെന്ന ലക്ഷ്യവുമായി വിവിധ വിഷയങ്ങളാണ് പരിശീലനം. ജൂബിലി ഹാളിൽ നടന്ന പരിശീലന പരിപാടി ചിത്രം വരച്ച് മേയർ പ്രൊഫസർ A.K. പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാഠഭാഗങ്ങളിൽ ഒതുങ്ങുന്നതിനപ്പുറം വിദ്യാഭ്യാസം സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്ന തരത്തിലാകണമെന്ന് മേയർ അഭിപ്രായപ്പെട്ടു. തങ്ങളുടെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി മാറ്റിയെടുക്കാൻ സാധിക്കുക എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രത്യേകിച്ച് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും സർക്കാർ സഹായം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് സാമൂഹ്യമായും സാമ്പത്തികമായും വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾ ഒരുപാട്. വിവിധ സ്കൂളുകളിൽ നിന്നായി 600ഓളം കുട്ടികളാണ് പരിശീലന പരിപാടിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്.
ഇവരെ 3 ബാച്ചുകളായി തിരിച്ച് ഓരോ ബാച്ചിനാണ് പരിശീലനം നൽകുക. വിദ്യാഭ്യാസത്തോടൊപ്പം വരുമാനം കണ്ടെത്താനാവുന്ന കയർ ഉൽപ്പന്ന നിർമ്മാണം, കളിമൺ ഉൽപ്പന്നം, ഫാബ്രിക് പെയിന്റിംഗ്, ചിരട്ട ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ ഇനത്തിലാണ് വിദഗ്ധ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രവൃത്തി പരിചയ പരിശീലനം. ഉദ്ഘാടന ചടങ്ങിൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ, കായിക സ്ഥിരം സമിതി അംഗം മുസാഫിർ അഹമ്മദ്, കെ രവീന്ദ്രൻ, അനിത കൃഷ്ണുണ്ണി തുടങ്ങിയവരും പങ്കെടുത്തു. ഇന്തോനേഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവും പ്രശസ്ത കായിക താരവുമായ ടിൻഡു ലൂക്കയ്ക്ക് ജില്ലാ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മേയർ പ്രൊഫസർ കെ പ്രേമചന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഡിസ്ട്രിക്ട് സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവായ അത്ലറ്റിക് താരം ടിൻഡു ലൂക്കയ്ക്ക് സ്വീകരണം നൽകിയത്. കോഴിക്കോട് മേയർ എ കെ പ്രേമചന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് മോഹങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനുണ്ട്, അതിന്റെ കൗൺസിലുണ്ട്. പക്ഷേ ഫണ്ട് വളരെ പരിമിതമായതുകൊണ്ട് ഞങ്ങളുടെ ഭാവനയ്ക്കും ആഗ്രഹത്തിനും അനുസരിച്ച് മുന്നോട്ട് ഉയരാനോ മുന്നോട്ട് നീങ്ങാനോ സാധിക്കുന്നില്ല എന്നതാണ് ഏറെ വിഷമകരമായ കാര്യമെന്ന് ഈ സദസ്സിനെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. MLA പുരുഷൻ കടലുണ്ടി അധ്യക്ഷത വഹിച്ചു. പ്രദീപ് കുമാർ MLA, അബൂബക്കർ, PVG, TP ദാസൻ, PM ഹംസ, അഡ്വക്കേറ്റ് M രാജൻ, TV ബാലൻ, ബാസി മലാപ്പറമ്പ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ചടങ്ങിൽ ടിൻഡു ലൂക്കയെയും കോച്ച് PT ഉഷയെയും ആദരിച്ചു. കെ കേളപ്പൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും KP കേശവമേനോൻ ഹാളിൽ നടന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അവാർഡ് ജേതാവ് കവയിത്രി സുഗതകുമാരിക്ക് പുരസ്കാരം സമർപ്പിച്ചു. കെ കേളപ്പൻ സ്മാരക സമിതിയുടെ കേരള ഗാന്ധി പുരസ്കാര സമർപ്പണവും കെ കേളപ്പൻ അനുസ്മരണവും KP കേശവമേനോൻ ഹാളിൽ നടന്നു. സാഹിത്യകാരി സുഗതകുമാരി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. MP വീരേന്ദ്രകുമാർ പ്രശസ്തി പത്രം സമർപ്പിച്ചു. സമിതി ചെയർമാൻ N സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരി KP സുധീര, സുനിൽ മടപ്പള്ളി, സുമാ പള്ളിപ്രം, പപ്പൻ മൂടാടി തുടങ്ങിയവർ സംബന്ധിച്ചു. രാഷ്ട്രീയമായി എതിർത്ത രീതിയിൽ നിന്നവരാണ് ഞാനും വിവാസവും. പക്ഷേ ഒരു കാര്യം എന്നും പറയേണ്ടി വരും, ഇന്ത്യയുള്ള കാലം വരെ പറയേണ്ടി വരും, സൈലന്റ് റിസർവേഷൻ ശ്രീമതി ഗാന്ധിയാണ്. റൈക്കൽ കാർസന്റെ സൈലന്റ് സ്പ്രിംഗ് വന്ന കാലം, അന്ന് പ്രകൃതിയെ കുറിച്ച് ആരും സംസാരിക്കാറുണ്ട്. ഇതൊക്കെ ഒരു കാലത്ത് ഈ ടൗൺ ഹാളിൽ സുകുമാരഴിക്കോട് ഞങ്ങൾക്ക് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും വെള്ളത്തിന് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അതൊക്കെ ചില അക്കാഡമിക് ഡിസ്കഷൻസ് ആയിട്ട് കണക്കാക്കി. ഇന്ന് അക്കാഡമിക് ഡിസ്കഷൻസ് ആയിട്ട് നമ്മളെ ബാധിക്കുന്ന ജീവസ്പർശിയായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് സ്റ്റോക്ക്ഹോം കോൺഫറൻസിലാണ്. സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ ശ്രീമതി ഗാന്ധിയുടെ ഒരു പ്രഭാഷണം നമ്മൾ പലതും കേട്ടിട്ട് പലതും മറന്നു, പക്ഷെ ചിലതൊന്നും മറക്കില്ല. അത് മറക്കാത്ത ഒന്നാണ് ശ്രീമതി ഗാന്ധി അന്ന് സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. അതിന്റെ കാരണം മൈക്കൽ കാർസനാണ്. അവർ പറഞ്ഞത് ഒരു ചെറിയ ഭൂമി തന്നെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞാൽ വിദൂരതയുള്ള നക്ഷത്രങ്ങൾ പ്രകമ്പനപ്പെടും. ശ്രീമതി ആ സൈഡിൽ സുഗതകുമാരിയുണ്ടായി. കോഴിക്കോട് നഗരത്തിൽ ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. ഡിവൈഎഫ്ഐ ടൗൺ ബ്ലോക്ക് സെക്രട്ടറി KV പ്രമോദ് നേതൃത്വം നൽകി. കോഴിക്കോട്ടെ ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തിയത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. ഡിവൈഎഫ്ഐ ടൗൺ ബ്ലോക്ക് സെക്രട്ടറി KV പ്രമോദ്, പ്രസിഡന്റ് K രാജേഷ്, പിങ്കി, ദിലീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ലീനിംഗ് ചലഞ്ചുമായി വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾ. സ്കൂളിലെ 300ഓളം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ക്യാമ്പസും വെസ്റ്റ് ഹിൽ പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചതിനു പുറമെ നഗരത്തിലെ ഏതെങ്കിലും പ്രദേശങ്ങൾ വൃത്തിയാക്കാൻ സിറ്റിയിലെ 3 ഗേൾസ് സ്കൂളിനെ വെല്ലുവിളിക്കുകയുമാണിവർ. ഐസ് ബക്കറ്റ് ചലഞ്ചും മൈട്രി ചലഞ്ചും ഏറ്റെടുക്കുന്നവർക്കിടയിൽ ക്ലീനിംഗ് ചലഞ്ചാണ് വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശുചിത്വ ഭാരതത്തിനായി ഏവരും കൈകോർക്കുന്നതിനിടെയാണ് സ്കൂളിലെ 300ഓളം വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരവും വെസ്റ്റ് ഹിൽ ടൗൺ പരിസരവും ശുചീകരിച്ച് മാതൃകയായത്. തീർന്നില്ല, തങ്ങളെപ്പോലെ ജില്ലയിലെ മറ്റേതെങ്കിലും പ്രദേശങ്ങൾ ശുചീകരിക്കാൻ പ്രൗഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആംഗ്ലോ ഇന്ത്യൻസ് ഗേൾസ്, നടക്കാവ് വൊക്കേഷണൽ ഗേൾസ് സ്കൂൾ എന്നീ 3 സ്കൂൾ വിദ്യാർത്ഥികളെയും വെല്ലുവിളിക്കുകയും ചെയ്തു. ഇവർ ചലഞ്ച് ഏറ്റെടുക്കുക വഴി ഇത് കൂടുതൽ പേരിലേക്ക് എത്തുകയും നഗരത്തെ മാലിന്യമുക്തമാക്കാൻ കഴിയുമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രത്യാശ. സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സുജയ, ഹെഡ്മിസ്ട്രസ് ജയശീല, കോർഡിനേറ്റർ സിനോജ് തുടങ്ങിയവരാണ് ക്ലീനിംഗ് ചലഞ്ചിന് നേതൃത്വം നൽകുന്നത്.
ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച സേവന വാരാചരണത്തിന്റെ ഭാഗമായി പന്തീരാങ്കം ഹയർ സെക്കൻഡറി സ്കൂൾ JRC NCC കേഡറ്റുകൾ ഒളവണ്ണം പഞ്ചായത്ത് സാമൂഹ്യാരോഗ്യ കേന്ദ്രം ശുചീകരിച്ചു. കാടുപിടിച്ചു കിടന്ന കെട്ടിട പരിസരമാണ് വിദ്യാർത്ഥികളുടെ ശ്രമദാനത്തിലൂടെ വൃത്തിയാക്കപ്പെട്ടത്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള സേവന വാരാചരണത്തിന്റെ ഭാഗമായാണ് പന്തീരങ്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ JRC NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ശുചീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് K. സുഗതൻ ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാടുമൂടിയ കെട്ടിട പരിസരം വിദ്യാർത്ഥികൾ ശുചീകരിച്ചു. പാറക്കെട്ടുകൾക്കിടയിൽ വിളഞ്ഞ നെൽകൃഷിക്ക് 100 മേനി വിളവ്. ഒളവണ്ണ പഞ്ചായത്തിലെ കൂടത്തുംപാറയിൽ വാസുദേവൻ എന്ന കർഷകന്റെ ക്വാറിയിലെ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവമാണ് പഞ്ചായത്ത് ആഘോഷമാക്കിയത്. പാറക്കെട്ടുകൾക്കിടയിൽ തരിശുനിലത്തിലും കൃഷിയിറക്കി 100 മേനി വിളയിക്കാമെന്നാണ് ഈ സമൃദ്ധമായ കാരനെല്ലിന്റെ പാടവും തെളിയിക്കുന്നത്. ഒളവണ്ണ പഞ്ചായത്തിലെ കൂടത്തുംപാറയിലെ കോമലക്കുന്നില കോറിയിലാണ് കൂടത്തിൽ സ്വദേശിയായ വാസുദേവൻ കൃഷിയിറക്കി വിജയം കൊയ്തത്. പാടങ്ങൾ മണ്ണിട്ട് നികത്തുന്നവർ, പാറമടകൾ പൊട്ടിച്ചിതറിക്കുന്നവർക്കിടയിലും വിജയത്തിന്റെ അഭിമാനമായി 100 മേനി കൊയ്യാൻ വാസുദേവനൊപ്പം ഒളവണ്ണ ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും എത്തിയിരുന്നു. ജൈവവളത്തെ ആശ്രയിച്ച് വിളയിച്ച കാരനെല്ലിനു പുറമെ ചേന, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി, വാഴ തുടങ്ങി ബഹുവിള കൃഷികളും വാസുദേവൻ ഇറക്കിയിരുന്നു. ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് K. സുഗതൻ, കൃഷി ഓഫീസർ മീര, ബാബു പറശ്ശേരി തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിൽ എത്തിയിരുന്നു. നെല്ല് 3 പ്രാവശ്യം ചെയ്തു, ബാക്കി പച്ചക്കറി അത് ഉണ്ടാകും. പക്ഷെ അതിങ്ങനെയല്ലേന്ന് അന്ന് കുറച്ചൊക്കെ സ്ഥലത്തെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ കഴിഞ്ഞതിന്റെ 9 കൊല്ലാണ് ശരിക്കും ഫില്ല് ചെയ്ത് റെഡിയാക്കി. പട്ടികജാതി കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ അനുമതി നൽകുന്നില്ലെന്ന് ആരോപിച്ച് നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി ധർണ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ അനുമതി നൽകാത്ത കോർപ്പറേഷൻ അധികാരികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. NASSO സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി ധർണ ഉദ്ഘാടനം ചെയ്തു. ഏതോ കാലത്ത് വരുന്ന ഒരു റോഡ് വികസനത്തിന്റെ പേരിൽ പട്ടികജാതിക്കാരനായ ശ്രീധരേട്ടന്റെ 5.25 സെന്റ് സ്ഥലത്ത് വീടിനുള്ള പെർമിഷൻ ബന്ധപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ അധികാരികളും സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതോ കാലത്ത് വരുന്ന റോഡിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ വീടിന്റെ പെർമിഷൻ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ മേയർ, മാറി മാറി വരുന്ന കോഴിക്കോട് കോർപ്പറേഷൻ മേയർമാരോടും ജില്ലാ ഭരണാധികാരികളോടും ബഹുമാനപ്പെട്ട സംസ്ഥാനത്തെ മന്ത്രിമാരോടും ശ്രീ ശ്രീധരേട്ടൻ പറഞ്ഞു, ഞാൻ താൽക്കാലികമായിട്ട് ഒരു ഷെഡ് അവിടെ ഉണ്ടാക്കിക്കോട്ടെ, നിങ്ങൾ ഏത് കാലത്ത് ആവശ്യപ്പെട്ടാലും ആ ഷെഡ് ഞാൻ പൊളിച്ചു തരാം, ആ ഷെഡിന് നിങ്ങൾ പെർമിഷൻ തരുമെന്ന് ബന്ധപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ ബന്ധപ്പെട്ട അധികാരികളോട് ശ്രീധരേട്ടനും കുടുംബവും കെഞ്ചി കെഞ്ചി പറഞ്ഞിട്ടു കോർപ്പറേഷൻ നിയമത്തിന്റെ റൂൾസുകളാണ് ശ്രീധരേട്ടന്റെ മുന്നിൽ വിളമ്പിയിരിക്കുന്നത് മാത്രം നിങ്ങൾ മനസ്സിലാക്കണം. രാജേഷ് കുമാർ മകുവൂർ, വിദ്യാസാഗർ, R. രാജമ്മ, K. വേലായുധൻ, VM. ചന്ദ്രിക, N. ഗോപിനാഥ്, VM. കുമാരൻ പടനിലം തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി 2014-15 വർഷത്തിന്റെ ഭാഗമായുള്ള നീന്തൽ പരിശീലനത്തിന് നടക്കാവ് AUP സ്കൂളിൽ തുടക്കമായി. വിവിധ സ്കൂളുകളിൽ നിന്നായി 300ഓളം വിദ്യാർത്ഥികൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി 2014-15 വർഷത്തെ നീന്തൽ പരിശീലനത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. കായികക്ഷമതയുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മേയർ K. പ്രേമജം ഉദ്ഘാടനം ചെയ്തു. ഇത് അനിവാര്യമായ ഒരു പരിശീലനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ കൂടുതൽ കാണുന്നത് ആൺകുട്ടികളെയാണ്. പെൺകുട്ടികൾക്ക് ഈ കൂടുതൽ നൽകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും പെൺകുട്ടികൾക്കും നൽകേണ്ടതാണ്. അത് വളരെ ശാസ്ത്രീയമായി തന്നെ പഠിപ്പിക്കേണ്ടതും പരിശീലനം നേടേണ്ടതുമായ ഒരു കായിക മേഖലയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഇപ്പോൾ ഫുട്ബോൾ പഠിച്ചിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പഠിച്ചില്ലെങ്കിലും, ബാഡ്മിന്റൺ കളിക്കാൻ പഠിച്ചില്ലെങ്കിലും നമുക്ക് ജീവിതത്തിൽ വലിയ നഷ്ടമൊന്നും വരില്ല. അതിന്റെ പ്രാധാന്യം ഞാൻ കുറച്ച് കാണിക്കല്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നീന്തൽ അനിവാര്യമാണെന്ന് നമുക്ക് പത്രവാർത്തകൾ വായിച്ചാൽ അറിയാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ അധ്യക്ഷത വഹിച്ചു.
മുസാഫർ അഹമ്മദ്, ജീൻ മോസസ്, സത്യനാഥൻ, രവീന്ദ്രൻ, അനിത രാജൻ, കൃഷ്ണനുണ്ണി, ശ്രീകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് നീന്തൽ പരിശീലനം നൽകുന്നത്. 300 വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുള്ള പദ്ധതിയിൽ ആദ്യ ബാച്ചിൽ 25 വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകും. 8 ദിവസമായിരിക്കും പരിശീലനം നൽകുക. രാവിലെ 9 മണി മുതൽ 10 മണി വരെയാണ് ക്ലാസ്. ആഴ്ചവട്ടം സ്കൂൾ, മോഡൽ സ്കൂൾ, ക്രിസ്ത്യൻ കോളേജ് സ്കൂൾ, JDT ഇസ്ലാമി, പുതിയാപ്പ സ്കൂൾ എന്നീ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പിൽ പങ്കെടുത്ത് പരിശീലനം നേടുന്നവർക്ക് സർട്ടിഫിക്കറ്റും +2 ക്ലാസ്സിൽ ഗ്രേസ് മാർക്കും നൽകും. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. സാമൂഹ്യക്ഷേമ വകുപ്പ് മുൻ സെക്രട്ടറി ലീഡ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. മുൻ സാമൂഹ്യക്ഷേമ വകുപ്പ് സെക്രട്ടറി ലിഡ ജേക്കബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് P. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജാനമ കുഞ്ഞുണ്ണി, T. ദേവി, K. ബാലകൃഷ്ണൻ, MP. അശോകൻ, അമരവിള രാമകൃഷ്ണൻ നായർ, MM. നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ വിശ്രാന്തി എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. അതിജീവനം പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആരോഗ്യ സംരക്ഷണം അതുപോലെ തന്നെയാണ്. അവഗണന നമുക്ക് കൊടുക്കാൻ പറ്റാത്തതാണ്. നമ്മളെ പരിഗണിക്കണം, നമ്മെ സ്നേഹിക്കണം. സ്നേഹം കൊടുക്കാൻ കഴിയണം. കൊടുക്കാൻ കഴിയാത്ത സ്നേഹം കൊണ്ട് എന്ത് കാര്യം? ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രധാന അധ്യാപക ശില്പശാല സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഗിരീഷ് ചോലയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ വിജയോത്സവം പദ്ധതിയുടെ ഭാഗമായാണ് പ്രധാനാധ്യാപക ശില്പശാല നടത്തിയത്. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഗിരീഷ് ചോലയിൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ അവസ്ഥ ഇപ്പോഴെവിടെ എത്തിയിരിക്കുന്നത്? സ്കൂള് എത്ര മാസം പിന്നിട്ടു? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസം പിന്നിട്ടിരിക്കുകയാണ്. നമ്മളുടെ ഈ അക്കാഡമിക് ഇയറിലെ പ്രധാനപ്പെട്ട 4 മാസങ്ങൾ നമ്മൾ പിന്തള്ളിയിരിക്കുകയാണ്. സമയം ആർക്കും വേണ്ടിയിട്ട് കാത്തിരിക്കില്ല എന്നറിയാം. അത് ഓടിക്കൊണ്ടേ ഇരിക്കും. നമ്മൾ ആക്ട് ചെയ്താലും നമ്മൾ ആക്ട് ചെയ്തിട്ടില്ലെങ്കിലും സമയം ആരുടെ നിയന്ത്രണത്തിലല്ല, നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല. ഡോക്ടർ P. ബാലകൃഷ്ണൻ, ഡോക്ടർ T. അബ്ബാസ് അലി തുടങ്ങിയവർ സംബന്ധിച്ചു. 24 ഫ്രെയിം ശാന്താദേവി പുരസ്കാരം പ്രഖ്യാപിച്ചു. റിപ്പോർട്ടർ ടിവിയിലെ അനൂജ മികച്ച വാർത്താ അവതാരകയായി തിരഞ്ഞെടുക്കപ്പെട്ടു. നവംബർ 19 ടൗൺ ഹാളിൽ അവാർഡ് സമർപ്പണം നടക്കും. 2014 24 ഫ്രെയിം ശാന്താദേവി മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. റിപ്പോർട്ടർ ടിവിയിലെ ചീഫ് സബ് എഡിറ്റർ S. അനൂജയെ മികച്ച വാർത്താവതാരികയായി തെരഞ്ഞെടുത്തു. കോഴിക്കോട് ഈ ഒരു പുരസ്കാര ചടങ്ങ് നടത്തുമ്പോൾ കോഴിക്കോട്ടെ മാധ്യമങ്ങൾ അതിൽ വളരെ പങ്കുവഹിച്ചിട്ടുണ്ട്. എല്ലാ പത്രങ്ങളും, ഒരു പത്രങ്ങളെയും മാറ്റാത്ത എല്ലാ പത്രങ്ങളും ഞങ്ങൾക്ക് നല്ല പബ്ലിസിറ്റി തന്ന് ഈ ഒരു സംരംഭത്തിന് നല്ല ഒരു കൊഴുപ്പുകയും ശാന്തയെടുത്തിയെക്കുറിച്ചുള്ള ലേഖനങ്ങളും മറ്റ് രീതിയിലുള്ള ഇതൊക്കെ എഴുതി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. മികച്ച ന്യൂസ് റിപ്പോർട്ടർക്കുള്ള അവാർഡിന് സൂര്യ ടിവിയിലെ P. അനിൽ അർഹനായി. മികച്ച അഭിമുഖ അവതാരകനായി ജീവൻ ടിവിയിലെ R. അജിത് കുമാറിനെ തെരഞ്ഞെടുത്തു. മികച്ച ചലച്ചിത്രാധിഷ്ഠിത പരിപാടിക്കുള്ള അവാർഡ് ഇന്ത്യ വിഷന്റെ മ്യാവ് എന്ന പരിപാടിക്കും, മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വാർത്താ റിപ്പോർട്ടിങ്ങിനുള്ള അവാർഡിന് ഇന്ത്യ വിഷന്റെ നിഖിൽ ജോയിയും അർഹനായി. മികച്ച ടെലിവിഷൻ പ്രോഗ്രാമായി മനോരമ ന്യൂസിലെ ഫേസ്ബുക്ക് തെരഞ്ഞെടുത്തു. നവംബർ 19 ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മേയർ AK പ്രേമചന്ദ് അവാർഡ് സമർപ്പിക്കും. മലബാർ കോളേജ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ വേൾഡ് സൈറ്റ് ഡേ പരിപാടി ഈ മാസം 8 മുതൽ 12 വരെ നടക്കും. 9 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല സൈറ്റ് ഡേ ഉദ്ഘാടനം നിർവഹിക്കും. മലബാർ കോളേജ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഈ വർഷത്തെ വേൾഡ് സൈറ്റ് ഡേ പരിപാടികൾ ഈ മാസം 8 മുതൽ 12 വരെ നടക്കും. ഈ മാസം 8 നഗരത്തിലെ വിവിധയിടങ്ങളിൽ നേത്രദാന ബോധവൽക്കരണ തെരുവ് നാടകം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അത് പ്രധാനമായും ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പൊതുജനങ്ങളിലേക്ക് ഈ അന്ധത, അവോയ്ഡബിൾ ആയിട്ടുള്ള ബ്ലൈൻഡ്നെസ്സിനെ പറ്റിയുള്ള ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അന്ധന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർ അർഹിക്കുന്ന സഹായം, അവർക്ക് വേണ്ട ചികിത്സ, അതുപോലെ കാഴ്ച വൈകല്യം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കുക, സാധാരണക്കാരെ അതിനെപ്പറ്റി ബോധവൽക്കരിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ മാസം 9 നഗരത്തിൽ നേത്രദാന ബോധവൽക്കരണ റാലി നടത്തും. തുടർന്ന് നടക്കുന്ന വേൾഡ് സൈറ്റ് ഡേ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീലയും ഇൻസൈറ്റ് ബിയോണ്ട് സൈറ്റ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മേയർ AK പ്രേമചന്ദ് നിർവഹിക്കും.
ഇന്ദിര ആവാസ് യോജന പദ്ധതി പ്രകാരം അനുവദിച്ച വീട്ടിൽ നിന്നും കടബാധിതരെ ഒഴിപ്പിക്കാൻ ബാങ്ക് ശ്രമിച്ചതായ ആരോപണവുമായി കേരള സംസ്ഥാന കടംകടക്കെണി പീഡിതർ സംഘടന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വായ്പാ കാലാവധി അവസാനിക്കും മുൻപേ ലോൺ തുക തിരിച്ചടച്ചില്ലെന്ന കാരണത്താൽ ബാങ്ക് പട്ടികജാതി കുടുംബത്തെ വീടൊഴിപ്പിക്കാൻ നടപടി സ്വീകരിച്ചതായി കേരള സംസ്ഥാന കടംകടക്കെണി പീഡിതർ സംഘടന ഭാരവാഹികൾ ആരോപിച്ചു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. യൂണിയൻ ബാങ്ക് ഫറോക്ക് ബ്രാഞ്ചിനെതിരെയാണ് ആരോപണമുയർന്നത്. ലോൺ അനുവദിച്ചത് 5 വർഷത്തെ കാലാവധിയിലാണ് എന്നിരിക്കെ 1.5 വർഷമായിട്ടും സബ്സിഡി തുക അനുവദിക്കാതെ ബാങ്ക് കുടുംബത്തോട് വീടൊഴിയാൻ സർഫേസി ആക്ട് പ്രകാരം നോട്ടീസ് നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു. സംഘടന ഇടപെട്ടതിനു ശേഷം സബ്സിഡി തുകയായ 1 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിൽ വരവ് വെച്ചതായി ബാങ്ക് മാനേജർ സംഘടനയെ അറിയിച്ചുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ 3 സെന്റ് സ്ഥലവും അതിലൊരു വീട് വെച്ചതിന് ശേഷം ആ 3 സെന്റ് സ്ഥലം ഈട് വെച്ചുകൊണ്ട് PMRY സ്കീം പ്രകാരം അവർക്ക് ലോൺ കൊടുക്കുകയാണ്. ശരിക്കും 3 ലക്ഷം രൂപയുടെ ലോണാണ്. 2 ലക്ഷം രൂപ കൊടുത്തു. യഥാർത്ഥത്തിൽ PMRY സ്കീം പ്രകാരം അഡ്വാൻസ് ആയിട്ട് സബ്സിഡി തുക അവരുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ബാങ്കിൽ വരുന്നതാണ്. ഈ തുക കൊടുക്കാതെ 1,85,000 രൂപ കൊടുക്കുകയും 15,000 രൂപ അതിൽ പിടിച്ചു വയ്ക്കുകയും ചെയ്തു. ബാങ്ക് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ചീറ്റിംഗ് നടത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സംഭവം ഇതാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രമാത്രം ചീറ്റിംഗ് നടക്കപ്പെടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. സബ്സിഡി എമൗണ്ട് ആയിട്ട് വന്ന 1 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തില്ല. 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ജപ്തി നോട്ടീസായി പൊസഷൻ എല്ലാ നടപടികളും സർഫേസി ആക്ട് പ്രകാരം കോടതി വഴി നടപടിയായി ഇവരുടെ വീടും സ്ഥലവും ജപ്തിയായി. ഡിവൈഎഫ്ഐ ഒളവണ്ണ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസത്തിനെതിരെ ജാഗ്രതാ സായാഹ്നം സംഘടിപ്പിച്ചു. PK പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ഒളവണ്ണ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫാസിസത്തിനെതിരെ ജാഗ്രതാ സായാഹ്നം സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ മേഖലാ ജോയിന്റ് സെക്രട്ടറി ശ്രീജിത്തിന്റെ അധ്യക്ഷതയിൽ PK പ്രേംനാഥ് ജാഗ്രതാ സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. K ബൈജു, P ഷിജിത്ത്, സുലിൻ, ശരത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏറെ അഭിമാനത്തോടെ അളവറ്റ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക. ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനിടയായ സാഹചര്യവും പശ്ചാത്തലവും സംബന്ധിച്ച് സഖാവ് ബൈജു ഒറ്റവാക്യത്തിലാണെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഫാസിസത്തിനും മതതീവ്രവാദത്തിനുമെതിരായ ഡിവൈഎഫ്ഐയുടെ നിലപാടുകൾ ചുരുക്കി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാങ്കാവ് പേരാച്ചിക്കുന്നിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട CPIM പേരാച്ചിക്കുന്ന് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കർഷക സംഘം സൌത്ത് ഏരിയ സെക്രട്ടറി MC അനിൽകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മാങ്കാവ് പേരാച്ചിക്കുന്നിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPIM പേരാച്ചിക്കുന്ന് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മുൻ കൌൺസിലർ A അപ്പുട്ടിയുടെ അധ്യക്ഷതയിൽ കർഷക സംഘം സൌത്ത് ഏരിയ സെക്രട്ടറി MC അനിൽകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CPM വളയനാട് നോർത്ത് സെക്രട്ടറി മേച്ചേരി ബാബു, മാത്തോട്ടത്തിൽ ബാബു, K സുദർശനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 10-ന് വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ ധർണ നടത്താനും കൺവെൻഷനിൽ തീരുമാനമായി. ഇവിടെ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതൊരു ജനകീയ സമരം തന്നെയാണ്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം അല്ലാതെ വേറെ മുദ്രാവാക്യം വെച്ചില്ല. അപ്പൊ ഇതൊരു അത്തരത്തിലുള്ള യോഗത്തിലേക്ക് ആയതുകൊണ്ടാണ് കൗൺസിലർ, ഞങ്ങൾ പറഞ്ഞല്ലോ, കൗൺസിലറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തുടർ പ്രവർത്തനം നടത്തും. ഇനിയിപ്പോ ആര് വന്നില്ലെങ്കിൽ ഈ സമരമായിട്ട് 10-ാം തീയതി തീരുമാനിച്ച പ്രകാരം തന്നെ പോകും. കാരണം എന്താണ്, ഉള്ളാളിയും വെച്ച് പോവും, പ്രതിരോധം ഉണ്ടാക്കും, പ്രതിരോധത്തിന് നടപടി സ്വീകരിപ്പിക്കും, അത് വിജയിപ്പിക്കും. അതൊരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു ധാരണയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഉഷ സ്കൂളിനെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് PT ഉഷ. പാഠപുസ്തകത്തിൽ ഒതുങ്ങുന്നതിനപ്പുറം വിദ്യാഭ്യാസം സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതാവണമെന്ന് മേയർ പ്രൊഫസർ AK പ്രേമചന്ദ്രൻ. കോഴിക്കോട് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവും അത്ലറ്റിക് താരവുമായ ചിൻഡു ലുക്കയ്ക്ക് സ്വീകരണം നൽകി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.